കഴിക്കടാ. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഒരുപാട് വലിയ വിശേഷങ്ങളൊന്നും കാണിക്കണില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ നനക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ വൈകിട്ടൊക്കെയാണ് കൂടുതലും നനക്കാറ്. മോട്ടർ അടിച്ച് നനയ്ക്കുകയാണെങ്കിൽ വൈകിട്ട് നനക്കാറ്. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ വേറെ തിരക്കും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം ഇതേ വേപ്പൊക്കെ ഉണങ്ങി ഇങ്ങനെ വരികയാണ് ഇലയൊക്കെ. അതപ്പോൾ നമ്മൾ ബക്കറ്റിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇങ്ങനെ വേപ്പ് ഇതേ വലിയ പടർന്ന് മുതലിച്ച് മേളിലേക്ക് പോയിരിക്കുന്നതാണ്. അതിലും തെങ്ങിൻ്റെ ചൂടും ഇതൊക്കെ ഞങ്ങൾ നനയ്ക്കേണ്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ണിക്കും ഉപ്പിച്ചിക്കും കല്യാണമുണ്ട്. അപ്പം ഞാനും അമ്മും ഇന്ന് ഫ്രീ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിളിക്കുന്നത് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം കേട്ടോ. ആകെ ഒരു നാരങ്ങ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതേ നാരങ്ങയൊന്നും ഉണ്ടാവണില്ല. ഇവിടെ മഹാഗണിയൊക്കെ നിൽക്കണ കാരണം അതിൻ്റെ കംപ്ലീറ്റ് ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ മാവ് ഇതേ അവിടെ ഉണ്ട്. അപ്പോൾ ആ മാവുമ്പോൾ മിക്കപ്പോഴും മാങ്ങ ഉണ്ടാകും. അതുമേന്ന് ഞാൻ ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും പറിച്ച് ഞാൻ കറിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട വാങ്ങിച്ചു, ബീഫ് കറി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. തലയിലേക്ക് എടുക്കും. അപ്പോൾ ഉണ്ണി ഇവിടെ ഇല്ല. ഉണ്ണി ഉപ്പച്ചി തൃശ്ശൂർ പോയേക്കാണ്. അപ്പം ഞാനും അമ്മും കൂടി ഇറങ്ങേണ്ട. അപ്പോൾ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ രാത്രി അവർ വരുമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പോവുകയാണ്. അപ്പം ഞങ്ങൾ ലുലു പോകേണ്ട. ലുലുവിൽ എന്താന്ന് മൊത്തത്തിലൊന്ന് കറങ്ങാമെന്ന് കരുതി. ലുലു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വിചാരിക്കണത്. അപ്പോൾ 2 വീലറിന് നമ്മളുടെ ഇവിടെ നാട്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോയി ഞങ്ങൾ ഇറങ്ങിയേക്കേണ്ട. അപ്പോൾ ലുലുവിൻ്റെ സ്റ്റോപ്പിൽ അവിടെ ടോൾ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇതിലെ ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ആ പള്ളിയുടെയൊക്കെ സൈഡ് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുക, അതിലെ നടന്ന് പോകാൻ. അവിടെ സ്റ്റാഫുകളൊക്കെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇവിടെ അതേ കാർ പാർക്കിങ്ങിൻ്റെ അതിൻ്റെ അകത്തുകൂടി തന്നെ നമുക്ക് എളുപ്പത്തിന് മേളിലേക്ക് കയറാം. അപ്പം ഞങ്ങളിത് അവിടെ ചെന്നപ്പോഴാണ് അവിടെ എന്തോ ബ്രൈഡൽ ഷോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് കറങ്ങി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് രാത്രി എന്തായാലും അവർ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിയുമായിരിക്കും അവർ വരുമ്പോൾ. അപ്പം നമുക്ക് ഇവിടുത്തെ സംഭവം ഒന്നും സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. ഇവിടുത്തെ ഷോ കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് പോകുമ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു 50% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഈ ചുരിദാറിൽ നോക്കിയിട്ട് അതിൻ്റെ നല്ല ഒരു വർക്ക് എനിക്ക് തോന്നി, നല്ല വർക്ക്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ 50% ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പോൾ എന്താണെന്ന് റേറ്റ് നോക്കിയപ്പോഴാണ് ഇത് 7500 രൂപയുടെ ചുരിദാറാണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള മിക്ക സംഭവങ്ങളും ഇങ്ങനെ തന്നെയാണ്. 7000, 5000 അതിൻ്റെയൊക്കെ ഡ്രസ്സുകളാണിത്. അപ്പോൾ അതിൻ്റെ പകുതി വിലയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ബോർഡ് കണ്ട് ധാരാളം പേര് കയറി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസ്ര നിസ്കാരത്തിൻ്റെ ഒക്കെ ഒരു സമയമായപ്പോൾ ഞങ്ങൾ പിന്നെ നിസ്കരിക്കാനായിട്ട് അകത്തേക്ക് വന്നിട്ടോ. അപ്പോൾ അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് എടുക്കാം. ലുലുവിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് നിസ്കാരമൊന്നും അങ്ങനെ കളയാവില്ല. അതിനൊക്കെ അവിടെ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അതേ ഗ്രൗണ്ടിൽ ധാരാളം ആളുകളൊക്കെ വന്ന് കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അവിടെ ചെയറെല്ലാം കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ മേളിൽ ഇങ്ങനെ ചുറ്റും നിന്ന് നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ഇങ്ങനെ അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അകത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കുക, ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഹൈപ്പറിൻ്റെ അകത്ത് തന്നെ നമുക്കതിന് സൗകര്യമുണ്ട് കേട്ടോ. അത് വളരെ നല്ല ഇതാണ്. അപ്പോൾ അമ്മൂന് ഐസ്ക്രീം മതി എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകിട്ടല്ലേ നമുക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ചായ വാങ്ങിച്ചിട്ടാ. അമ്മൂന് സ്നാക്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ബോണ്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഒരു ബോണ്ട ഞാൻ പറഞ്ഞിരുന്നു വാങ്ങിക്കാനായിട്ട്. അപ്പോൾ വാങ്ങിച്ച് കയ്യിലേക്ക് കിട്ടിയപ്പോഴാണ് തോന്നിയത് അത് ബോണ്ടേന്ന് അവർ പറയുന്നത് സീറ്റ് ബോണ്ടേന്ന് തന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അതാണ് ഉണ്ടമ്പൂരി, നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടംപൊരിയാണ് അവർ ഉദ്ദേശിക്കണേന്ന്. അപ്പോൾ ഞാൻ കരുതിയ ഉള്ളിൽ ഇങ്ങനെ കിഴങ്ങൊക്കെ ഫില്ല് ചെയ്തായതായിരിക്കും എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ. നല്ല നമ്മളിപ്പോൾ ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ 2 ചായ കുടിക്കുന്ന അത്രയും ഉണ്ട് കേട്ടോ. അത് കുടിച്ചാൽ തീരൂല. അത് കാരണം അവർ 2 കപ്പിനകത്തായിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ നിറയെ ചായ ഉണ്ട്. അപ്പോൾ അതും സ്നാക്സും കഴിച്ചിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് വരട്ടെ. ഇന്നിപ്പോൾ ഇനി ഇവിടെ വരാനുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ലുലുവിൽ വരാനുണ്ടായ ഒരു കാരണം എൻ്റെ ഒരു
ഫ്രണ്ടാണ് കേട്ടോ ഇന്ന് ചിലവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിന് കുറേ ഓഫറൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾക്കും അത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടുതൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും അമ്മൂമ്മ. അപ്പോൾ ഉണ്ണി പറഞ്ഞു, ഉണ്ണി വരാമെന്ന് ആദ്യമൊക്കെ പറഞ്ഞു. പിന്നെ ഉണ്ണി ഉപ്പച്ചി ഇങ്ങനെ തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ദൂരെ പോകാമല്ലോ എന്ന് കരുതി അവൻ പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യണം. അമ്മൂന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. പിന്നെ നമ്മൾക്കിപ്പോൾ ഒരാളിങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ നമ്മൾക്കത് കൂടുതൽ ഇങ്ങനെ നല്ല സന്തോഷമായിരിക്കില്ലേ. ഒരു ഫ്രണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചിങ്ങനെ ഇതൊക്കെ തരാറുണ്ട്. അതിന് കിട്ടുന്ന ആ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു സുഹൃത്താണ് കേട്ടോ. നമ്മൾക്ക് എല്ലാത്തിലും ഉപരി നമ്മളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മളുടെ ഒരു നല്ലൊരു സുഹൃത്താണത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ ഒരുപാട് എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയൊക്കെ ആ സുഹൃത്ത് മുഖേനയാണ് കേട്ടോ എനിക്ക് കിട്ടുന്ന ഒരു കുക്കിംഗ് ഇതാണെങ്കിലും എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഇതൊക്കെ ഒരേ സ്ഥലത്ത് എത്തിച്ചതിലൊക്കെ നല്ലൊരു പങ്ക് എൻ്റെ ഫ്രണ്ടിനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഫാഷൻ സ്റ്റോറിൽ കയറിയപ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു പർച്ചേസിങ് നടത്തി. ഇപ്പോൾ പുറത്ത് ഞാനും അതെല്ലാം കഴിഞ്ഞ് ഹൈപ്പറിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളതെല്ലാം വാങ്ങിച്ചിറങ്ങിയപ്പോഴേക്കും ഉണ്ണിയൊക്കെ കാറായിട്ട് വന്നിരുന്നു കേട്ടോ. താങ്ക് യു. ഇനി പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഇനിയിപ്പോൾ രാവിലത്തേക്ക് വേണ്ടി അവിടുന്ന് ചീര ഇതൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ രാവിലെ ദേ ഉണ്ണിക്ക് വേണ്ടി ചീര തോരൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടുന്ന് മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീരയുടെ തണ്ട് വേറെ അരിഞ്ഞിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് വേവിക്കണമല്ലോ. അപ്പോൾ ഞാൻ തണ്ട് നിലയും സെപ്പറേറ്റ് ആണ് അരിയാറ്. പിന്നെ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ മീൻ കറി വെക്കുകയാണ്. എൻ്റെ ഇടിയപ്പം ഇവിടെ കുക്കായിട്ടുണ്ട്. ഇടിയപ്പം ഓവനിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാനിത് ഇന്ന് ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാം. ഓവനിലാവുമ്പോൾ നമുക്ക് 4 എണ്ണം വീതം ചെറിയതായിട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ചെമ്പിൽ പെട്ടെന്ന് ഉണ്ടാക്കി. അപ്പോൾ അതേ മീനും വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ബാക്കി ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.